കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ പറ്റുന്ന അടിപൊളി ആയുർവേദ മെഡിസിൻ ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. കുട്ടികൾക്ക് നല്ല റിസൾട്ട് തരുമെന്ന് പറയുമ്പോൾ ഒരു പകുതി പേരെങ്കിലും എൻ്റെ കൂടെ നിൽക്കില്ലേ? ബാക്കി നിൽക്കാത്ത പകുതി പേരില്ല, അവരിങ്ങോട്ട് പോയോ. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നിങ്ങൾ മെഡിസിൻ കൊടുക്കേണ്ടത് എന്നുള്ളത്. ആസ് ആൻ ആയുർവേദിക് ഡോക്ടർ ഐ എം ഹിയർ വിത്ത് എ കിഡ്സ് ഹെൽത്ത് സീരീസ്. ഞാനിവിടെ ഒരു 3 പ്രൊഡക്ട്സ് കുട്ടികളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടും ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് പറഞ്ഞുതരാം. പൊതുവെ ആയുർവേദ മരുന്ന് കുട്ടികൾക്ക് കൊടുക്കുന്ന ആൾക്കാരിൽ 2 വിഭാഗക്കാരുണ്ട്. ഒരു വിഭാഗം പറയുന്നത് നല്ല എഫക്റ്റ് ഉണ്ട്, കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം മാറാറുണ്ട്, ഇമ്മ്യൂണിറ്റി കൂടിയ പോലെ തോന്നാറുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു വിഭാഗമുണ്ട്. ഒരു വിഭാഗം ആയുർവേദം കൊടുത്തിട്ട് ശരിയാവുന്നില്ല, ലാസ്റ്റ് എങ്ങനെയൊക്കെ പോയാലും പാരസിറ്റമോളോ വാട്ടെവർ കൈൻഡ് ഓഫ് മെഡിസിൻസ് കിട്ടിയാൽ മാത്രമേ അസുഖം മാറണുള്ളൂ എന്ന് പറയുന്ന ഒരു വിഭാഗമുണ്ട്. സോ ഈ 2ാമത്തെ വിഭാഗക്കാരെയാണ് എനിക്ക് വേണ്ടത്. അതായത് 1ാമത്തെ വിഭാഗക്കാർക്ക് അറിയാം എപ്പോഴാണ് മരുന്ന് കൊടുക്കേണ്ടത് എന്നുള്ളത്, എങ്ങനെ കൊടുക്കണമെന്നും അവർക്കറിയാം. സോ അവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യും. 2ാമത്തെ വിഭാഗക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാൻഡംലി നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് കുടിക്കണ പോലെ, അതായത് പനി വരുമ്പോൾ ഒരു ആയുർവേദ മരുന്ന്, ചുമ വരുമ്പോൾ ഒരു ആയുർവേദ മരുന്ന്, അങ്ങനെ പിന്നെ അല്ലെങ്കിൽ ശ്വാസം മുട്ടൽ വരുമ്പം ഒരു ആയുർവേദ മരുന്ന്, അങ്ങനെ കഴിക്കുന്നവരാണ്. അതുകൊണ്ടാണ് അവർക്ക് റിസൾട്ട് കിട്ടാത്തത്. സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ എങ്ങനെയാണ് ആയുർവേദ മരുന്ന് ആക്ച്വലി കുട്ടികൾക്ക് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറയണത്. മെയിൻലി കുട്ടികളുടെ കേസിലെന്ന് പറയണത് ഇമ്മ്യൂണിറ്റി കുറയുന്നതുകൊണ്ടാണ് ഒരുവിധം എല്ലാ അസുഖങ്ങളും ഉണ്ടാവുന്നത്. തുടർച്ചയായിട്ട് പനി ഉണ്ടാവുക, ചുമം, കഫക്കെട്ട്, എപ്പോഴും കഫം തിങ്ങി നിൽക്കുക, എത്ര മരുന്ന് കുടിച്ചിട്ടും കഫം സ്റ്റിൽ ഇങ്ങനെ കുറുകി നിൽക്കുന്ന കുട്ടികളുണ്ടാവും. അങ്ങനെയുള്ള കുട്ടികളിൽ എങ്ങനെ നമുക്ക് മെഡിസിൻസ് കൊടുക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആയുർവേദ മരുന്ന് എപ്പോഴും നമ്മൾ കൊടുക്കേണ്ടത് അസുഖം വരുന്നതിന് മുൻപാണ്, അല്ലെങ്കിൽ അസുഖം മാറിക്കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ കൊടുക്കേണ്ടത്. ബിക്കോസ് ദാറ്റ് ദ പീരീഡ് വി ആർ ഗിവിങ് മെഡിസിൻ ടു ഇംപ്രൂവ് ദ ഇമ്മ്യൂണിറ്റി ഇൻ അവർ കിഡ്സ്. പണ്ടത്തെ പോലെയല്ല, ഇപ്പോൾ ഒരുപാട് പേര് കുട്ടികൾക്ക് ആയുർവേദ മരുന്ന് കൊടുത്ത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിച്ച് നിർത്താറുണ്ട്. ഈ ഒരു കിഡ്സ് ഹെൽത്ത് സീരീസ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 3 പ്രൊഡക്ട്സ്, അങ്ങനെ എല്ലാ പ്രൊഡക്ട്സും ഇങ്ങനെ എനിക്ക് വീഡിയോ എടുത്ത് നിങ്ങളത് യൂസ് ചെയ്യൂ ഇത് യൂസ് ചെയ്യൂ എന്ന് പറയാൻ പറ്റില്ല. ഒരു പകുതി മെഡിസിനോളം നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ബട്ട് സ്റ്റിൽ കുറച്ച് സേഫായ ഒരു 3 പ്രൊഡക്ട്സ് ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഇന്നെ ഐ കാൺട്ട് സേ റെഗുലർ ബേസിസ്, ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 പ്രൊഡക്ട്സ് ആണ് ഈ സീരീസിൽ ഞാൻ പറയാൻ പോകുന്നത്. ഫസ്റ്റ് മെഡിസിൻ രജന്യാദി ചൂർണം. എനിക്ക് ഈ മെഡിസിനെ കുറിച്ച് പറയുന്നതിന് മുൻപ് എനിക്ക് പ്രയോറായിട്ട് പറയാനുള്ളത്, നിങ്ങൾ മാർക്കറ്റിൽ ഇപ്പം ഒരുപാട് മെഡിസിൻസ് കണ്ടിട്ടുണ്ടാവും. മെഡിസിൻസ് പറയാൻ പറ്റില്ല, ഈ കൈൻഡ് ഓഫ് ഹെൽത്ത് ടോണിക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരുന്ന, അതായത് കുട്ടികൾക്ക് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ അല്ലെങ്കിൽ മറ്റേ ഓവറോൾ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. ബട്ട് എനിക്ക് ഒരു പ്രൊഡക്റ്റും മോശമാണ് എന്നൊന്നും പറയാൻ ഞാൻ നിൽക്കുന്നില്ല. ബട്ട് സ്റ്റിൽ നിങ്ങൾ കുട്ടികൾക്ക് ഒരു സാധനം കൊടുക്കുമ്പോൾ എപ്പോഴും അതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് നോക്കണം, എപ്പോഴും. എന്നിട്ട് അതെന്താണ്, എന്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുക, അതെന്താണ് ഇതിൻ്റെ ഒരു കണ്ടൻറ്റ് എന്നുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ഇതിൻ്റെ സർട്ടിഫിക്കേഷൻ, എവിടെയാണ് ഇത് സർട്ടിഫൈ ചെയ്തിട്ടുള്ളത്, ഏത് സർട്ടിഫിക്കേഷനാണ് ഇതിന് കിട്ടിയിട്ടുള്ളത് നിർബന്ധമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യണം. സോ അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന മെഡിസിനും നിങ്ങൾ വെറുതെ കഴിക്കേണ്ട. നിങ്ങൾ ഇതിൻ്റെ കണ്ടൻറ്റ് നോക്കിയിട്ട് എന്താണ് ഏതാണ് ആ ഓരോ കണ്ടൻറ്റും എന്തിനൊക്കെയാണ് യൂസ് ചെയ്യണത് എന്ന് നിങ്ങൾ തന്നെ അനലൈസ് ചെയ്തിട്ട് നിങ്ങൾ എടുത്താൽ മതി. സോ കണ്ടൻറ്റ് പറഞ്ഞുതരാം. രജനി ദാരു സരള ശ്രേയസി ബൃഹതി ദ്വയം പൃഷ്ണിപർണി ത്രിദ്വാഹം ച ലീഡം മാക്ഷിക സർപ്പിഷ ഗ്രഹണി ദീപനം ശ്രേഷ്ഠം മാരുതസ്യ അനുലോമനം അതിസ്വാര ജ്വര ശ്വാസ കാമല പാണ്ഡുകാ സജിത് ബാലസ്യ സർവരോഗേഷു പൂജിതം ബലവർണ്ണതം. എനിക്കിത് പറയുമ്പോൾ മറ്റേ സുന്ദരക്കില്ലാടിയിൽ പറയുന്നില്ലേ, താമരക്കുമ്പിളിൽ മുക്കിയെടുത്തത് 2 തുടം, അങ്ങനെയൊക്കെ പറയണ പോലെ തോന്നുന്നുണ്ട്. ബട്ട് ഇതാണ് ശ്ലോകം. ഇപ്പോൾ ശ്ലോകം പറഞ്ഞെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാ മെഡിസിനും ഡോക്ടറെ ശ്ലോകം പറയുമെന്ന് പറയരുത്, ബിക്കോസ് ഇതൊരു 4-5 വരി ഉള്ളായിരുന്നു. ചില ശ്ലോകങ്ങളൊക്കെ 10ഉം 20ഉം വരിയുണ്ട്. ബൈ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ. സോ ഇതാണ് ഇതിൻ്റെ കണ്ടൻറ്റ്. അതിൽ പറയണ ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം, നിങ്ങൾക്ക് നോക്കാം. ഇതിപ്പം സാൻസ്ക്രിറ്റിലൊരു ശ്ലോകമാണ്. ഇതിൽ പറയുന്ന ഇൻഗ്രീഡിയൻ്റ് ആണ്, ഫസ്റ്റത്തെ 2 ലൈൻസാണ് ഇൻഗ്രീഡിയൻസ്. രജനി ദാരു സരള ശ്രേയസി ബൃഹതി ദ്വയം പൃഷ്ണിപർണി ത്രിദാഹം, ഇത്രയാണ് കണ്ടൻറ്റ് വരുന്നത്. സോ നിങ്ങൾക്ക് അതൊന്ന് സെർച്ച് ചെയ്താൽ മതി. ഓരോന്നിൻ്റെയും ഇതൊക്കെ സാൻസ്ക്രിറ്റ് വേർഡാണ്. ഇതിൻ്റെയൊക്കെ ഇനി സയൻറ്റിഫിക് നെയിം പറഞ്ഞ് അതിൻ്റെ മലയാളം വേർഡ് പറഞ്ഞ് അതൊക്കെ പറയുമ്പോൾ തന്നെ ഇത് വലിയ മറ്റേ പേളിമാണി ഇപ്പോൾ ഒരു ക്ലാസ് എടുത്തില്ല എല്ലാവർക്കും, അതുപോലത്തെ ഒരു ക്ലാസ് ആയിപ്പോൾ. സോ അത് നിൽക്കണില്ല, നമുക്ക് ഡയറക്റ്റ് പോയിന്റ്. ഓക്കെ, സോ രജന്യാദി ചൂർണം, ദിസ് ഈസ് എ വണ്ടർഫുൾ മെഡിസിൻ. വണ്ടർഫുൾ മെഡിസിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് രജനിയാണ്, ടെർമറിക്കാണ്, മഞ്ഞളാണ്. സോ ബാക്കി ഞാൻ പറയണ്ടല്ലോ, ഹൗ ഇറ്റ് ഇസ്
ബിഗസ്റ്റ് സപ്പോർട്ട് ഫോർ ദ ഇമ്മ്യൂൺ സിസ്റ്റം എന്നുള്ളത്. നിങ്ങളുടെ കുട്ടികൾക്ക് ഇടക്കിടക്ക് അസുഖം വരിക, മീൻസ് ഇടക്കിടക്ക് അതിഭീകര ഫീവർ എന്നല്ല, ഇടക്കിടക്ക് പനി, ഇടപെട്ട ദിവസങ്ങളിൽ പനി വരിക, അല്ലെങ്കിൽ എപ്പോഴും ക്ഷീണിച്ചിരിക്കുക, ഫുഡ് കഴിക്കണില്ല, വിശപ്പില്ലായ്മ, അങ്ങനത്തെ ഒരു കണ്ടീഷൻ ഉണ്ടല്ലോ. നമുക്ക് ഇത് കേൾക്കുന്ന അമ്മമാർക്ക് മനസ്സിലാവും ഞാൻ എന്താ പറയണമെന്ന്. ഒരു കുട്ടിക്ക് അസുഖമാണ് എന്ന് പറയാൻ മാത്രമുള്ള അസുഖം ഇല്ലതാനും, എങ്കിലോ ആൾ ഇടക്കിടക്ക് പനി, ക്ഷീണം, ഫുഡ് കഴിക്കണില്ല, അങ്ങനത്തെ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ. അപ്പോൾ ആ ഒരു കേസിൽ ആക്ച്വലി കുട്ടികളുടെ മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി കുറയണതാണ്. സോ ആ ഇമ്മ്യൂണിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ മെഡിസിൻ യൂസ് ചെയ്യാം. ഇതൊരു പൗഡറാണ്, രജന്യാതി ചൂർണ്ണം. എനിക്ക് ആക്ച്വലി കാണിച്ചിട്ട് സ്റ്റോക്കില്ല, അല്ലെങ്കിൽ ഞാനതിങ്ങനെ കാണിച്ചു തന്നില്ല. രജന്യാതി ചൂർണ്ണമാണ്, അതൊരു പൊടിയാണ്, ഒരു യെല്ലോ കളർ പൗഡറാണ്. ഞാൻ അവിടെ പിക്ചർ വെച്ചേക്കാം. സോ അത് ഇന്ന ബ്രാൻഡ് അടിപൊളി, മറ്റേ ബ്രാൻഡ് അടിപൊളിയല്ല, അങ്ങനെയൊന്നുമില്ല. കഴിഞ്ഞ കുറച്ച് ഞാൻ മെഡിക്കൽ റിലേറ്റഡ് വീഡിയോ ഇട്ട സമയത്ത് ഞാൻ വെച്ച പിക്ചറിലുള്ള ബ്രാൻഡ് തന്നെ മേടിക്കണമെന്ന് ചോദിച്ച് കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല, ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒന്നും നടത്തുന്നില്ല. ബിക്കോസ് ഞാൻ എല്ലാ ബ്രാൻഡും എടുത്ത് പരിശോധിച്ച് നോക്കിയിട്ടൊന്നുമില്ല. ബട്ട് വാട്ട് എവർ അവൈലബിൾ ഇൻ യുവർ സ്റ്റോർ യു ക്യാൻ ടേക്ക് ദിസ് ആൻഡ് എവറി ടൈം ചെക്ക് ദ സർട്ടിഫിക്കേഷൻ, ചെക്ക് ദ ഇൻഗ്രീഡിയൻസ്, എപ്പോഴും. സോ അത് ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടും വിശപ്പ് കൂട്ടാൻ വേണ്ടിയിട്ടും കുട്ടികളുടെ ഒരു ഓവറോൾ വെൽനെസ്സിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു വണ്ടർഫുൾ പൗഡറാണ്. കുറേ നേരമല്ലേ വണ്ടർഫുൾ പറയണേ, ബട്ട് ഇറ്റ്സ് റിയലി വണ്ടർഫുൾ. അതുകൊണ്ടാണ് വണ്ടർഫുൾ പറയുന്നത്. അതാണ് രജന്യാതി ചൂർണ്ണം. ഇതെങ്ങനെ കഴിക്കണം എന്ന് ഞാൻ പറഞ്ഞുതരാം. വെറുതെ എടുത്ത് പൊടിയെടുത്ത് കഴിക്കുകയല്ല ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് ഞാൻ സ്ലോഗയിൽ പറഞ്ഞ പോലെ ലീഡം മാക്ഷിക സർപ്പിഷ. മാക്ഷിക എന്ന് വെച്ചാൽ തേന്, സർപ്പി എന്ന് പറഞ്ഞാൽ നെയ്യ്. സോ തേൻ നിങ്ങൾ കൊടുക്കണം. എപ്പോൾ നിങ്ങളെ കുട്ടികൾക്ക് വിശപ്പിൻ്റെ പ്രശ്നമുണ്ട്, അതായത് വിശപ്പ് കുറവാണ്, ഒരു എന്ത് കൊടുത്താലും വേണ്ട, അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്, നിങ്ങൾ തേൻ വെച്ച് വേണം അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. നേരെ മറിച്ച് നിങ്ങൾ കുട്ടികൾക്ക് ഒരു സ്ട്രെങ്ത്, ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ടും കൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് നെയ്യ് ചേർത്ത് കൊടുക്കാം. സോ അതാണ് ഒരു ഡിഫറൻസ്. നിങ്ങൾക്ക് തേനും നെയ്യും യൂസ് ചെയ്യാം. നിങ്ങൾ പെക്യൂലിയർലി കുട്ടികൾക്കൊരു ദഹനം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ തേൻ ആഡ് ചെയ്യുക. ഒരു സ്ട്രെങ്ത് ആണ് നിങ്ങൾ ഫോക്കസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നെയ്യ് യൂസ് ചെയ്യാം. ആൻഡ് ബോത്ത് ഏത് മീഡിയം യൂസ് ചെയ്താലും ഇറ്റ് വിൽ അഫക്റ്റ് ഇംപ്രൂവ് യുവർ ഇമ്മ്യൂണിറ്റി ഓൾസോ. ഞാൻ മനസ്സിലായിട്ടുള്ള ആയുർവേദത്തിൻ്റെ ഏറ്റവും അടിപൊളിയായിട്ട് കാര്യം ഇതാണ്. നിങ്ങൾ എന്തിൻ്റെ കൂടെയാണോ ഈ മെഡിസിൻ ചേർക്കുന്നത് അതിൻ്റെ എഫക്റ്റ് കൂടെ ഈ മെഡിസിനിലേക്ക് തന്നിട്ട് അതൊരു ഇറ്റ് വിൽ ഗിവ് യു എ വണ്ടർഫുൾ റിസൾട്ട്. ഇത് കൊടുക്കേണ്ട കുട്ടികളുടെ പ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 വയസ്സ് മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തേൻ യൂസ് ചെയ്ത് വേണം നിങ്ങൾ കൊടുക്കാൻ. 3 വയസ്സ് മുതൽ 7 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് തേനും നെയ്യും ചേർത്തിട്ട് വേണം നിങ്ങൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇത് എപ്പോഴൊക്കെ കൊടുക്കണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അക്കോർഡിംഗ് ടു ദി കുട്ടിയാണ്. എല്ലാ കുട്ടികളും ഇത് കഴിക്കണം എന്നില്ല. ഇപ്പം മെയിനായിട്ട് ആസ് എൻ ആയുർവേദ ഡോക്ടർ എന്നോട് കുറച്ച് ചലഞ്ചിങ് ആയിട്ട് ആൾക്കാർ ചോദിക്കുന്നതാണ്, ഡോക്ടർ കുട്ടിക്ക് ഇത് കൊടുക്കുന്നുണ്ട്, ഡോക്ടർ കുട്ടിക്ക് അസുഖമൊന്നും ഉണ്ടാവില്ലല്ലേ? അതൊരു കുറച്ച് ട്വിസ്റ്റിംഗ് ആയിട്ട്, നമ്മളൊരു പ്രൊവോക്കിംഗ് ആയിട്ട് രീതിയിൽ കുറച്ച് ആൾക്കാർ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. അങ്ങനെയല്ല, ഫോർ ദ റിയാലിറ്റി ചെക്ക് എന്ന രീതിയിൽ ഞാൻ പറയുകയാണ്, എൻ്റെ കുഞ്ഞ് ഈ സാധനം കഴിക്കുകയില്ല. കാരണം ഇത് എല്ലാ മക്കൾക്കും ഇത് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പം ആദ്യം നിങ്ങളെ കുട്ടിക്ക് ഇത് കൊടുത്ത് നോക്കുക. നിങ്ങളെ കുട്ടിക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടാൽ ഞാൻ പറയും യു ആർ എ ലക്കി മോം എന്ന് പറയും. ബിക്കോസ് എൻ്റെ കുട്ടിക്ക് ഇത് ഇഷ്ടമായിരുന്നില്ല, സോ അതുകൊണ്ട് എനിക്കിത് കൊടുക്കാൻ പറ്റിയിട്ടില്ല. ബട്ട് എൻ്റെ സിസ്റ്ററിൻ്റെ കുഞ്ഞിൻ്റെ ഇപ്പോൾ 2 വയസ്സായതാണ്, അവൾക്ക് ഇത് കൊടുക്കുന്നുണ്ട്, അടിപൊളി റിസൾട്ട് അവർക്ക് കാണുന്നുണ്ട്. അവൾക്ക് ഇമ്മ്യൂണിറ്റി നല്ലതായിട്ട് ഇമ്പ്രൂവ് ചെയ്തു. ലാസ്റ്റ് ഒരു 1 year ആയിട്ട് അവളിത് കഴിക്കുന്നുണ്ട്. നല്ല റിസൾട്ട് ഉണ്ട് ആൾക്ക്. ഇമ്മ്യൂണിറ്റി വളരെയധികം കൂടി, ആൾക്ക് അസുഖങ്ങളൊക്കെ വരുന്ന ഒരു എമൗണ്ട് കുറഞ്ഞു. അസുഖങ്ങൾ വന്നാലും അതിൻ്റെ ആ ഒരു പ്രൊവോക്കിംഗ് സ്റ്റേജ് ഉണ്ടല്ലോ, അത് വളരെ കുറവാണ്. സോ അങ്ങനെ ഒരു അടിപൊളി റിസൾട്ട് കുട്ടികൾക്ക് കിട്ടുന്ന ഡോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആദ്യം നിങ്ങളെ കുട്ടിക്ക് ഇത് പറ്റുമോ ഇല്ലേ നോക്കണം. അതായത് എല്ലാ മെഡിസിനും എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. സോ ഒരു ടെസ്റ്റ് ഡോസ് എപ്പോഴും ഏത് മെഡിസിൻ ആണെങ്കിലും നിങ്ങൾ കൊടുക്കണം. ചെറിയൊരു ഡോസിൽ കുറച്ച് കൊടുക്കുക, എന്നിട്ട് നോക്കുക ആൾ ഓക്കെ ആണോ, എവറിത്തിങ് ഈസ് ഓക്കെ, ലൈക്ക് എന്തെങ്കിലും അലർജിക് റിയാക്ഷൻ ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം നെക്സ്റ്റ് ഡേ ഒരു തുള്ളി കൂടിയും ആഡ് ചെയ്യുക അതിലേക്ക്, എന്നിട്ടും അസസ് ചെയ്യുക. 2-3 days നമ്മൾ ചെക്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് അത് ഫോളോ ചെയ്യാം. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എപ്പോൾ കഴിക്കണം. ഏത് തരം മെഡിസിൻ ആണെങ്കിലും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ അസുഖം വന്നിട്ടല്ല കൊടുക്കേണ്ടത്. നമുക്ക് വേണ്ടത് ഇമ്മ്യൂണിറ്റിയാണ്, അതായത് അസുഖം വരാണ്ടിരിക്കാനുള്ള ഒരു പവറാണ് നമുക്ക് വേണ്ടത്. സോ അതുകൊണ്ട് തന്നെ കുട്ടിക്ക് അസുഖമില്ലാതിരിക്കുന്ന സമയത്ത്, അതായത് കംപ്ലീറ്റ്ലി നോർമൽ ആയുള്ള സമയത്ത് വേണം നമ്മൾ ഈ മെഡിസിൻ കൊടുക്കാൻ. ഇത് ചെറിയ രീതിയിൽ കൊടുത്ത് ഡെയിലി ഡോസ് പോലെ കൊടുത്ത് നമ്മൾ മെല്ലെ കുട്ടിയുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുകയാണ് ചെയ്യുന്നത്. സോ അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഈ രജന്യാതി ചൂർണ്ണം എന്ന് പറയുന്നത് പെക്യൂലിയർലി ഇമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടുള്ള മെഡിസിനാണ്. സോ ഈ കിഡ്സ് സീരീസിൽ ഞാൻ പറയുന്ന 3 മെഡിസിൻസും ഇമ്മ്യൂണിറ്റി തരുന്ന മെഡിസിൻസ് ആയിരിക്കും. ബട്ട് ഇനി പറഞ്ഞ 2 മെഡിസിൻസും ഇമ്മ്യൂണിറ്റിൻ്റെ പുറമെ വേറെ 2 അസുഖങ്ങൾ കൂടി ഉള്ള മെഡിസിൻസ് ആവും. ബട്ട് രജന്യാതി ചൂർണ്ണം എന്ന് പറയുന്നത് പെക്യൂലിയർലി ഫോർ ഇമ്മ്യൂണിറ്റിക്ക് മാത്രമാണ്. സോ ഐ സജസ്റ്റ് ടു ഗീവ് രജന്യാതി ചൂർണ്ണം ഇൻ
ദ നോർമൽ ടൈം, ലൈക്ക് ഐ ക്യാൻ സേ റിക്കവറി പീരീഡ്. ഒരു അസുഖം വന്ന് മാറി ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, ആ പീരീഡിൽ വേണം നിങ്ങളിത് കൊടുക്കാൻ വേണ്ടി. പറയില്ല, നിങ്ങളിത് കൊടുത്തു തുടങ്ങിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നു കുട്ടികൾക്ക് അസുഖം വരുന്നൊരു ഡ്യൂറേഷൻ ഉണ്ടല്ലോ, അത് നല്ലോണം കുറയും. ഇപ്പം ഒരു മാസത്തിൽ ഒരു 4 പ്രാവശ്യം പനി വരുന്ന ആൾക്ക് 2 പ്രാവശ്യം പനി വരും, പിന്നെ മെല്ലെ വീണ്ടും പിന്നെ 1 പ്രാവശ്യവും, അങ്ങനെ മെല്ലെ മെല്ലെ കുറയും. പിന്നെ ഈ മെഡിസിൻ കഴിച്ചാൽ നിങ്ങൾക്ക് ഇനി പാരസിറ്റമോൾ എടുക്കേണ്ടേ വരില്ല, ആൻറ്റിബയോട്ടിക് വേണ്ടി വരില്ല, അങ്ങനെയല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോഴും അസുഖം വരുന്ന ആ ഒരു ബുദ്ധിമുട്ട് നിങ്ങൾക്ക് മാറിക്കിട്ടും. ഈ അസുഖം വരികയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അസുഖങ്ങളെ കാണാറുള്ളൂ. മെയിൻ ഫാക്ട് എന്ന് പറഞ്ഞാൽ മുൻപ് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ കുഞ്ഞിത് കഴിക്കില്ല, ആൾക്ക് ഈ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് ആൾക്ക് ഇത് ഓക്കെ ആയിരുന്നില്ല. സോ നിങ്ങളെ കുട്ടികൾക്ക് ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവാനും നിങ്ങളെ കുട്ടികൾ ഇത് കഴിക്കാനും പ്രാർത്ഥിക്കുക. നിങ്ങൾ കഴിച്ച് കിട്ടിയാൽ ഇറ്റ് വിൽ ബി എ മാജിക് ഫോർ ഷുവർ. ഞാനിത് വെറുതെ പറയല്ല, ഞാനിത് എൻ്റെ ഫ്രണ്ട്സിനും എൻ്റെ പരിചയമുള്ള ആൾക്കാർക്കൊക്കെ കൊടുത്ത് റിസൾട്ട് കിട്ടിയോണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് പറയുന്നത്. സോ താങ്ക് മീ ലേറ്റർ.